സ്നാനപ്പെടുന്നത് എന്തിനാണ്? എന്താകുന്നു സ്നാനം? ഇത് വളരെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. പഠിക്കണ്ടായ സ്വോത്രം. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? എങ്കിൽ ഞാൻ നിർത്തും. സന്തോഷമുണ്ടോ? ഉണ്ടോ? സ്വോത്രം. നിങ്ങൾ സന്തോഷിക്കണം. കാരണം ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിച്ചു. നിസ്സാരമായ കാര്യമാണോ? നിസ്സാരമായ കാര്യമാണോ? അല്ല. ഈ പാപി എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറൊരു രീതിയിൽ കാണരുത്. പാപി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ ജീവിക്കുന്നവരാ, അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനം തെറ്റി നടക്കുന്നവരാ. അറിവില്ലാതെയൊക്കെ പോകുന്ന പലരും ഉണ്ടല്ലോ. അറിവുണ്ടെങ്കിൽ അവർ ശരിയായ ദിശയിൽ നടക്കത്തില്ലേ? അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ അവരെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്തോത്രം, സ്നാനം എന്താകുന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ കൽപ്പനയാകുന്നു. സ്നാനം എന്താകുന്നു പറഞ്ഞേ? ദൈവത്തിന്റെ കൽപ്പന ആണോ പാസ്റ്ററെ? അങ്ങനെ ദൈവത്തിന്റെ കൽപ്പനയാണോ സ്നാനം? അത് ബൈബിളിൽ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മത്തായി സുവിശേഷം 28:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണോ? ഇത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതോ ഇനി അവൻ പാസ്റ്ററങ്ങള് വെറുതെ പറയുന്നതാണോ എന്നൊന്ന് നോക്കണം. വായിച്ചേ. സ്വന്തം യേശു അടുത്ത് ചെന്ന് കേട്ടോ ശിഷ്യന്മാരോടാ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആരോട് പറയുക? നോക്കിയേ, മത്തായി എഴുതിയ സുവിശേഷം അവൻ 28-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഒന്നുകൂടെ നമ്മൾ വായിച്ച് കേൾപ്പിക്കാം. യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നോക്കണം, ഈ സ്വർഗത്തിലും ഈ ഭൂമിയിലും. അപ്പൊ യേശു പറയുക, എല്ലാ അധികാരവും ആരെനിക്ക് നൽകി? എന്റെ പിതാവ് എനിക്ക് നൽകിയിരിക്കുക. അടുത്ത വാക്യങ്ങൾ വായിച്ചാൽ സ്വന്തം. ഇനി പറയുക, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. നോക്കിയ ആരോട് പറയുക? ശിഷ്യന്മാരോട് പറയുക, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഒന്ന് പിതാവ്, രണ്ട് പുത്രൻ അതായത് ക്രിസ്തു, മൂന്ന് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവ്. അപ്പോൾ ഇത് നോക്കുക, ഈ തൃത്വനാമത്തിൽ അല്ലാതെ ഏതെങ്കിലും ഒരു നാമത്തിലല്ല. എന്ത് ചെയ്യാ? തൃത്വനാമം, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന തൃത്വനാമത്തിൽ സ്നാനം കഴിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം നോക്കണം. ഞാൻ നിങ്ങളോട് ഉപദേശിച്ചത്, ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചത്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്, ഇതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ അവരെ പഠിപ്പിക്കണം, നിങ്ങൾ അവരെ ഉപദേശിക്കണം. എന്നിട്ട് നിങ്ങൾ എന്റെ ശിഷ്യരാക്കണം അവരെ. അപ്പോ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായി തീരണം. അതിനെന്ത് ചെയ്യണം? യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. യേശുക്രിസ്തു എന്താണ് പഠിപ്പിച്ചത്? ആ പഠനം നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അത് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും നാം മനസ്സ് വയ്ക്കണം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. ഇതൊരു കൽപ്പനയാണ്, ഒരു രാജകൽപ്പനയാണ്. ഇത് ലംഘിക്കാൻ പറ്റത്തില്ല, ഒരു മനുഷ്യനും ലംഘിക്കാൻ പറ്റത്തില്ല. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ. പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പ്രമാണിക്കണം, അല്ലെ? എന്റെ പിതാവ് വിശുദ്ധരാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും, അത് പ്രമാണിക്കണം. സ്തോത്രം. നിങ്ങൾ എന്ത് ചെയ്യരുത്? കള്ളം പറയരുത്. പിന്നെയോ നിങ്ങൾ എന്ത് ചെയ്യരുത്? കൊല ചെയ്യരുത്. നിങ്ങൾ പിന്നെ എന്ത് ചെയ്യരുത്? മോഷ്ടിക്കരുത്. പിന്നെയോ നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതന്റെ യാതൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്? മോഹിക്കരുത്. അപ്പൊ സ്തോത്രം, 10 കൽപ്പനയിൽ എഴുതിയിരിക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ള നിങ്ങൾ എന്ത് ചെയ്യണം? അന്യോന്യം നിങ്ങൾ സ്നേഹിപ്പീൻ. പിന്നെ വേറൊരു കൽപ്പന ഉണ്ടല്ലോ, എങ്ങനെ? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്ക. അപ്പോൾ കർത്താവ് പഠിപ്പിച്ചത്, കർത്താവ് മനസ്സിലാക്കി തന്നത്, ഇതിനെന്ത് ചെയ്യുക? നിങ്ങളെ സ്തോത്രം അവരെ പ്രബോധിപ്പിക്കുക, അവരെ ഉപദേശിക്കുക, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട്
എന്ത് ചെയ്യണം? അവരെ എന്റെ ശിഷ്യരാക്കി കൊള്ളുവീൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ. കണ്ടോ? ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പോൾ സ്നാനപ്പെടാത്ത ഇതുപോലെ നല്ല യേശുവിന്റെ ആമേൻ സ്വന്തം പ്രബോധനങ്ങളിൽ ആമേൻ സ്തോത്രം അംഗീകരിക്കാതെ ജീവിച്ചാൽ ലോകാവസാനത്തോളം കർത്താവിന്റെ ഈ ആമേൻ സ്തോത്രം ഉറപ്പ് ലഭിക്കുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക? ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചിട്ട് കാര്യമില്ല. ഞാന് എൻ്റെ മാതാപിതാക്കൾ സ്തോത്രം അവരെ ക്രിസ്ത്യാനികളാണ്, അതുകൊണ്ട് ഞാനും ക്രിസ്ത്യാനിയായി. ഇല്ല, അതുകൊണ്ട് പറ്റത്തില്ല. പിന്നെയോ നിങ്ങൾ സ്നാനപ്പെട്ട് അവൻ സ്തോത്രം വചനത്തെ അനുസരിച്ച് സ്തോത്രം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട നിങ്ങൾ നീതിയോടെ നല്ല ജീവിതം നയിച്ചാൽ യേശു ലോകാവസാനത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര നാൾ ഇവിടെ ആയിരിക്കുമോ അത്രയും നാളും കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ്. അപ്പൊ സ്നാനപ്പെടണമോ? സ്നാനപ്പെടണോ? ചോദ്യത്തിന് ഉത്തരം പറ. വേണോ? ഉറക്കെ വേണോ? വേണം. അപ്പൊ സ്നാനപ്പെട്ടില്ലെങ്കിൽ ഈ ഉറപ്പ് കിട്ടുമോ? അപ്പൊ ഈ ലോകത്തിൽ എത്രയോ പേരുണ്ട്, ഇവർക്ക് ഈ ഉറപ്പ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പന ഇതൊരു അന്ത്യ കൽപ്പനയാണ്. ഇത് നമ്മൾ അംഗീകരിക്കേണ്ടതാണ്, അനുസരിക്കേണ്ടതാണ്. 2 ലൂക്കോസിന്റെ സുവിശേഷം 7:30 എടുത്താണ്ട് സ്തോത്രം. ഇത് 1 ദൈവ കൽപ്പനയാണെങ്കിൽ 2 ദൈവത്തിന്റെ ആലോചനയാണ്. അടുത്തത് 7:30 ലൂക്കോസ്. എങ്കിലും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന ഞങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. ഈ തലമുറയിലെ മനുഷ്യരെ. അപ്പോൾ സ്നാനമേറ്റില്ലെങ്കിൽ ദൈവത്തിന്റെ